നമസ്തേ, ഞാൻ അഖിലേഷ്, ശ്രീഭദ്ര ജ്യോതിഷാലയം. നമുക്കിന്ന് നിലവിളക്കിന്റെ പ്രാധാന്യത്തെ പറ്റിയും അതിലെ ജ്വാലയുടെ ശുഭ അശുഭ ലക്ഷണങ്ങളെ പറ്റിയൊന്ന് ചിന്തിക്കാം. എപ്പോഴും നിലവിളക്ക് തെളിയിക്കേണ്ടത് ബ്രഹ്മമുഹൂർത്തത്തിലാണ് ഏറ്റവും അത്യുത്തമം എന്ന് പറയുന്നത്. ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത് സൂര്യോദയത്തിന് 1 മണിക്കൂർ 36 മിനിറ്റ് മുന്നേയുള്ള സമയമാണ്. ദിവസവും നമ്മുടെ 4:30 മുതൽ 5:20 വരെയുള്ള സമയമാണ് ബ്രഹ്മമുഹൂർത്തം എന്ന് പറയപ്പെടുന്നത്. എപ്പോഴും നമ്മൾ ദീപം തെളിയിക്കുമ്പോൾ 2 തിരിയിൽ വേണം കത്തിക്കാൻ, കിഴക്കും പടിഞ്ഞാറുമായി, അല്ലെങ്കിൽ 5 തിരികളും നല്ലതാണ്, ഏറ്റവും അത്യുത്തമമാണ്. 1, 3, 4 തിരികൾ നമുക്ക് മഹാവ്യാധികളെയും ദാരിദ്ര്യങ്ങളെയും ആലസ്യത്തെയൊക്കെ പോലെയുള്ള അശുഭ ഫലങ്ങളെ നൽകുന്നതാണ്. നമ്മുടെ ജ്യോതിഷത്തിൽ ദീപ ലക്ഷണങ്ങളെ പറ്റി പറയുന്നത് സർവ പ്രശ്നേഷു സർവേഷു കർമ്മേശ്വരി വിശേഷത പ്രസാദേ നൈവ ദീപസ്യ ഭവിഷ്യ ശുഭ മതിശേലനാണ്. എല്ലാ ശുഭ കർമ്മങ്ങൾക്കും നമുക്ക് വിളക്കിന്റെ ശുഭ അശുഭ ലക്ഷണം നോക്കി ഫലം പറയണം. നിലവിളക്ക് നമ്മുടെ ഗ്രഹത്തെയും അതിലെ എണ്ണ നമ്മുടെ ശരീരത്തെയും, തിരി ആത്മാവിനെയും, ജ്വാല ആയുഷിനെയും കാണിക്കും. നൈർമല്യവും മാലിന്യവും ക്രമത്താൽ സുഖ ദുഃഖങ്ങളെയാണ് കാണിക്കും. നമ്മളൊരു നിലവിളക്ക് കത്തിക്കുന്ന സന്ദർഭത്തിൽ അതിലെ ജ്വാല വലതുവശം ചേർന്ന് പോവുക, നല്ല നീളമേറിയതും തടിച്ചതും പ്രകാശിക്കുന്നതും സ്വർണ്ണ നിറത്തിലും വൈഡൂര്യ നിറത്തിലുമൊക്കെയുള്ള ജ്വാലകൾ ശുഭഫലങ്ങളെയാണ് നൽകുന്നത്. എന്നാൽ ജ്വാല ഇടതുവശം ചേർന്ന് പോവുക, വിറയലോടുകൂടി പോവുക, നല്ല സൗണ്ടോടുകൂടി പോവുക, കത്തിച്ചിട്ട് വീണ്ടും അണഞ്ഞു പോവുക, അങ്ങനെയൊക്കെയുള്ള ജ്വാലകൾ അശുഭ ഫലത്തെ നൽകുന്നു. അതുപോലെ തന്നെയാണ് ജ്വാലയുടെ സഞ്ചരിക്കുന്ന ദിശയിലേക്കുള്ള ഫലങ്ങൾ. കിഴക്ക് ദിക്കിലും അതുപോലെ തന്നെ നമ്മുടെ വരുണ ദിക്കിലും പടിഞ്ഞാറ് ദിക്കിലും വടക്ക് ദിക്കിലും ഈശാന കോണിലും വടക്കിഴക്ക് ദിക്കിലും ഒക്കെ ജ്വാല നല്ലതാണ്. എങ്കിൽ ആ ജ്വാലയുടെ ദിശ തെക്ക് ദിക്കിലെ അഗ്നികോണിലെ വായുകോണിലെ ഒക്കെ അശുഭ ഫലങ്ങളെയും നൽകുന്നതാണ്.